ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, കീം 2026 ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്, നിങ്ങളുടെ എല്ലാവിധ അപ്ഡേറ്റുകളും വാർത്തകളും ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തു. അതോടൊപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. 1000-ലധികം സ്റ്റുഡൻസ് ഉള്ള കമ്മ്യൂണിറ്റിയാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ അഡ്മിഷൻ വരെ, അതിനുശേഷം ബിടെക് പഠനം ഉൾപ്പെടെ നിങ്ങളുടെ മുന്നിലേക്ക് ഹെൽപ്ഫുള്ളായിട്ട് എത്തുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയായിരിക്കും. ഞങ്ങൾ ഉറപ്പ് തരുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്തോളൂ. കാര്യത്തിലേക്ക് കിടക്കാം. പലരും ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ആ ലാസ്റ്റ് ഡേറ്റ് ഡെഡ് ലൈൻ ഒക്കെ കഴിഞ്ഞു, പക്ഷേ ഏറ്റവും പുതുതായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അത് വന്നതെന്ന് പറയുന്നത് 9-ാം തീയതിയാണ്, ഫെബ്രുവരി 9-ാം തീയതിയാണ്. അന്ന് വൈകുന്നേരം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള പലരും ചോദിച്ചപ്പോൾ പലർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടായി. പക്ഷെ ഇപ്പോൾ അതെന്തായാലും അവൈലബിൾ ആണ് ആ ഒരു ഓപ്ഷൻ. എന്തിനുള്ള ഓപ്ഷനാണ്? നിങ്ങളിൽ പലരും ചോദിച്ച പോലെ തന്നെ കോഴ്സ് എഡിറ്റ് ചെയ്യാനുള്ള, ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ വരാം. ആർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ഇതിന്റെ യൂസേജ് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സോ ഫെബ്രുവരി 9 ഉച്ചയ്ക്ക് ശേഷം വന്ന കീം 2026 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്. അതായത് കാൻഡിഡേറ്റ്സ് ക്യാൻ add courses for admission to engineering, pharmacy and architecture, medical and medical allied courses ആണ്. സോ അതിനുള്ളൊരു സൗകര്യമാണ് ഇപ്പോൾ അഡീഷൻ ഓഫ് ദി കോഴ്സ്, ഫോളോയിങ് കോഴ്സസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഏതിൻ്റെയൊക്കെയാണെന്ന് നോക്കാം. അത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സിൽ MBBS, അതായത് കീം മെഡിക്കൽ എഴുതുന്നവരുടെ ശ്രദ്ധയ്ക്കാണ്. നീറ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ കീമും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം, കോഴ്സ് ആഡ് ചെയ്യണം. MBBS, BDS, BHMS, അത് തന്നെ ഹോമിയോ, BAMS, ആയുർവേദ ഉണ്ട്, BSMS, BUMS, BSc അഗ്രികൾച്ചർ ഉണ്ട്, അതുപോലെ തന്നെ BSc ഫിഷറീസ് ഉണ്ട്, BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. ദെൻ അതിന്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. വെറ്റിനറിയും വരുന്നുണ്ട്, അല്ലാതെ തന്നെ എന്തുണ്ട്, ഫിഷറീസ് BFC എന്ന് പറയുന്ന ആ കാറ്റഗറിയും വരുന്നുണ്ട്. അതാണ് മെഡിക്കലിൽ പറയാനുള്ളത്. വേറെയും ഡീറ്റെയിൽസ് ഉണ്ട്, ഇതിന്റെ PDF നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇട്ടേക്കാം. ദെൻ എഞ്ചിനീയറിംഗിൽ വരുന്ന അഡീഷണൽ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ബിടെക് അണ്ടർ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ആൻഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതായത് KU കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് KTU, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആണ്. ദെൻ BTech under agricultural engineering and BTech under food technology, then courses under Kerala Agricultural University. ഇതെല്ലാം BTechന്റെ അണ്ടറിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോഴ്സസ് ആണ്. ദെൻ BTech ഡയറി ടെക്നോളജി പുതുതായിട്ട് വന്നൊരു കോഴ്സാണ്. അതുപോലെ തന്നെ BTech ഫുഡ് ടെക്നോളജി ആൻഡ് ദാറ്റ് കോഴ്സസ് അണ്ടർ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. ദെൻ BTech ഫുഡ് ടെക്നോളജി അണ്ടർ ദി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറി ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. ഇതെല്ലാം നമ്മുടെ കീമിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് BTech അണ്ടർ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് KTU നിങ്ങളുടെ കോഴ്സസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇവർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് 12/2/2026 5 മണി വരെയാണ്. നാളെ നമുക്കറിയാം അവധിയാണ്. അപ്പോൾ അക്ഷയകളൊക്കെ പ്രവർത്തിക്കുന്ന കാര്യം സംശയത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ചെയ്യുക. എത്ര പേര് ചെയ്ത് കഴിഞ്ഞു എന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വൈകുന്നേരം 5 മണിക്കാണ്. ചിലപ്പോൾ അത് നീട്ടുവാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ ആ സാധ്യത മുൻനിർത്തി ചെയ്യാതെ ആരും ഇരിക്കരുത്. അപ്പോൾ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫോർ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ, അതുപോലെ തന്നെ ഫാർമസിയും ആർക്കിടെക്ചറും ഉണ്ട്. ഓക്കെ, BPharm, BArchനും വേണ്ടിയുള്ള കോഴ്സ് അഡീഷണൽ ഓപ്ഷനും ഉണ്ട്. ദെൻ for medical and medical allied courses, only those who qualify NEET UG 2026 conducted by NTA and architecture course, those who qualify in NATA conducted by the Council of Architecture will be considered. അതായത് ഈ മെഡിക്കലിനൊക്കെ കൊടുക്കുന്നവർ അറ്റ്ലീസ്റ്റ് നീറ്റും പാസ്സാവണം, ആർക്കിടെക്ചറിന് കൊടുക്കുന്നവർ നാറ്റ എക്സാമും എന്ത് ചെയ്യണം? ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നാണ്. റാങ്ക് അല്ല, ക്വാളിഫൈ ചെയ്തിരിക്കണം. ദെൻ the facility of addition courses of already submitted application will be available on the website. നമ്മുടെ സാധാരണ ഞാൻ പറയുന്ന വെബ്സൈറ്റ് തന്നെ, സിഇയുടെ വെബ്സൈറ്റ്, ഒഫീഷ്യൽ കീം വെബ്സൈറ്റ്. അവിടെ എന്ന് മുതലാണ്? ഞാൻ ഈ പറഞ്ഞ പോലെ 9/2 മുതൽ 12/2 വരെയാണ്. Then to add new courses in already submitted application, the candidate should enter the home page through the link KEAM 2026 application on the website. So നമ്മൾ നിങ്ങളുടെ കീം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് മെയിൻ ആയിട്ട്. ദെൻ ബൈ ക്ലിക്കിംഗ് ദ മെനു ഐറ്റം ആഡ് കോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. ദ കാൻഡിഡേറ്റ്സ് ക്യാൻ സെലക്ട് ആൻഡ് ആഡ് കോഴ്സസ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദി കോഴ്സ് അഡീഷൻ വിൽ നോട്ട് ബി എക്സ്റ്റെൻഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസസ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവർ പ്രധാനമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഒരിക്കലും നീട്ടില്ല എന്ന്. സോ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. സോ കാൻഡിഡേറ്റ് ഷാൾ ടേക്ക് utmost care while adding the courses and complete the process within the prescribed time. അതായത് ഫെബ്രുവരി 12, 2026 5 മണിക്കകത്ത് നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ചെയ്യുക. നിങ്ങളുടെ കരിയർ മേക്കിംഗ് ഡിസിഷൻ ആണ്. സോ തെറ്റ് വരുത്തരുത്, ചെയ്യാതിരിക്കരുത്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ ഫീ. The application fee, if any, for the addition of courses, the existing application to be paid within the above
ഡേറ്റ ത്രൂ ഓൺലൈൻ. എന്തെങ്കിലും അഡീഷണൽ ഫീ ഉണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫീ ചെയ്യേണ്ടത്. ഓൾ ദ കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റഡ് ടു ഗോ ത്രൂ ദ നോട്ടിഫിക്കേഷൻ ഡേറ്റഡ് 5/1/2026 ജനുവരി 5 ഇറങ്ങിയ ഗവൺമെന്റ് അപ്രൂവ്ഡ് പ്രോസ്പെക്ടസ് ഓഫ് അഡ്മിഷൻ ഓഫ് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് ഫാർമസി. ആ വെബ്സൈറ്റ്, ആ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ജനുവരി 5 ഇറങ്ങിയ നോട്ടിഫിക്കേഷൻ. ഇതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ലൈവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമയത്ത് ഇറങ്ങിയ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ്. അതിൻ്റെ കൂടെ ഒന്നുകൂടി നിങ്ങളോട് പോകാനാണ് പറയുന്നത്, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതിനുശേഷമായിരുന്നു ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തത്. ഇപ്പോഴത്തെ കോഴ്സ് അഡീഷൻ ആണ് വന്നിട്ടുള്ളത്. സോ മറക്കരുത് ഗൈസ്, ഇപ്പോൾ തന്നെ ചെയ്തേക്കുക. ഒരു തരത്തിലും ഡിലേ ആക്കരുത്, പിന്നെ ചെയ്യാൻ പറഞ്ഞിരിക്കരുത്, സമയമില്ല. ചെയ്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു തംസ് അപ്പ് നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. ഓക്കെ, സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു. നമ്മുടെ അരുൺ എസ് നായർ, അദ്ദേഹം IAS ഓഫീസർ, നമ്മുടെ ടീമിന്റെ ഇപ്പോൾ ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ അദ്ദേഹത്തിന്റെ സൈനോട് കൂടിയാണ് ഇത്തരം ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിരിക്കുന്നത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.